ദില്ലി നാടകം പൊളിഞ്ഞപ്പോൾ പുതിയ ക്യാപ്സ്യൂളുകളുമായി ആരോഗ്യമന്ത്രിയും അനുയായികളും എത്തുകയാണ്. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നിങ്ങൾ രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത് എന്താ? ഞാൻ പോയില്ല, അപ്പൊ എന്താ കൊടുത്തത് തലേന്ന് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ? അത് നിങ്ങൾ കണ്ടുപിടിക്കും കേട്ടോ, അത് കണ്ടുപിടിച്ചോളൂ. ബെസ്റ്റ്. അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതങ്ങ് വിശ്വസിച്ചോളൂ കേട്ടോ. നിങ്ങളിപ്പോ അതല്ലേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് അതങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കൂ കേട്ടോ. അല്ല, നിങ്ങളല്ലേ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്ന്, അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ. ഞാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ബോധിപ്പിക്കുന്നത്? ഞാൻ ബോധിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു മീഡിയ ഉണ്ട്, സാമൂഹ്യ മീഡിയ ഉണ്ട്. ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഉത്തരം എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ചോളാം കേട്ടോ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മന്ത്രി അപ്പോയിന്റ്മെന്റ് കിട്ടാതെ ദില്ലിക്ക് പോയതാണ് വിവാദമായത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ അപ്പോയിന്റ്മെന്റ് കിട്ടിയിരുന്നില്ല. ദില്ലിയിൽ വിമാനം ഇറങ്ങിയപ്പോൾ അപ്പോയിന്റ്മെന്റ് എപ്പോഴാണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ക്ഷീണിതയാണെന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിവുകൾ പറഞ്ഞ് അവർ പോയി. ആവർത്തിച്ച് ആരോഗ്യമന്ത്രി ചോദിക്കുന്നു, ഞാൻ ദില്ലിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് തേടിയതാണോ കുറ്റം? ആണോ? അപ്പോയിൻമെൻറ്റ് തേടിയത് ഒരു കുറ്റമല്ല എന്ന് മാത്രമല്ല, ഒരു വളരെ നല്ല കാര്യമാണ്. അവരേതായാലും ക്യൂബൻ സംഘത്തെ കാണാനും അവരുടെ കൂടെ ഡിന്നർ കഴിക്കാനും വേണ്ടി ഡൽഹി വരെ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണാനും വിരോധമില്ല എന്നുള്ള കാര്യം അവരറിയിച്ചു. പക്ഷേ നഡ്ഡയ്ക്ക് ഇത്തിരി അസൗകര്യം ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ബെനറ്റ് മുതലാളിയുടെ ഡോവർമാൻ്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടി നിസാർ കേസിനാണ് മകേഷ് ഏട്ടാ. വീണ ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ മഹതിയായ ആരോഗ്യമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹം പിടിപ്പിച്ചാൽ തെറ്റുള്ളത്. അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല. സ്വാഭാവികം. ഇന്നത്തെ ദേശാഭിമാനി വായിച്ചില്ലേ, കേന്ദ്രമന്ത്രി കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കാണാൻ വിസമ്മതിച്ചു, കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചു എന്നാണ് ഹെഡിങ്. അത് വായിച്ചാൽ എല്ലാ സംശയവും തീരും. ഞാൻ എല്ലാ ദിവസവും ദേശാഭിമാനി വായിക്കാം. ദേശാഭിമാനി വായിച്ചാൽ നമുക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മൾ പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? പുതിയ പോലെ തന്നെ തോന്നി. ക്ലാസ്സിക്കറാണ്. ഇത്ര സത്യസന്ധമായിട്ട് നേരത്തെ അറിയിക്കുന്ന വേറൊരു പത്രവും ഈ കേരള സംസ്ഥാനത്തില്ല. സമയം കിട്ടുമ്പോൾ കൈരളി ചാനലും കാണും. ഈ വീണ ജോർജ് തന്നെ ആദ്യം കൈരളി ചാനലിൽ ഒരു വാർത്താ അവതാരകയായിട്ട് ആണ് മാധ്യമരംഗത്ത് വന്നതെന്ന് ഞാൻ കേട്ടിട്ട് എനിക്കറിയില്ല. ഞാൻ കാണുന്ന സമയത്ത് അവർ മനോരമയിലായിരുന്നു. പിന്നീട് ഇന്ത്യ വിഷൻ ചാനലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അവർ മാധ്യമ പ്രവർത്തകയായതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് മാധ്യമങ്ങളോട് വലിയ പുച്ഛമാണ്, പരിഹാസമാണ്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനോട് പണ്ട് മുതലേ വീണ ജോർജിന് ഒരു പ്രത്യേക സവിശേഷമായ താല്പര്യമുണ്ട്. ഓർമ്മിക്കുന്നില്ലേ, ഇവർ പത്തനംതിട്ടയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ നിങ്ങളെന്തോ സർവേ നടത്തി വീണ ജോർജ് തോറ്റുപോകുമെന്ന് പ്രവചിച്ചു. വീണ ജോർജ് കോപാകുലയായി. ഞാൻ തോൽക്കുമെന്ന് പറയാൻ ഏഷ്യാനെറ്റിൻ്റെ കയ്യിൽ എന്ത് ഡാറ്റയാണുള്ളത്, ഞാൻ ജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ വോട്ടിനെ കഴിഞ്ഞപ്പോൾ യന്ത്രത്തിൻ്റെ തകരാറുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ തോറ്റുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വീണു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല തമാശകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വീണ ജോർജ് ക്യൂബൻ സംഘത്തെ കാണാൻ പോകുക എന്നുള്ള കാര്യം ഇന്നിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കാരണം ക്യൂബയും ഇന്ത്യയും ക്യൂബയും കേരളം തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് നവോത്ഥാനം ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് വികസിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ക്യൂബ മുകുന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഓർക്കുന്നില്ലേ, അതുപോലെ ക്യൂബ വിജയൻ എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടും. MA ബേബി ഒക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഫിഡിൽ കാസ്ട്രോ ഉള്ള സമയത്ത് കാലത്ത് വൈകുന്നേരം ബേബിയോട് ചോദിച്ചിട്ടാണ് അദ്ദേഹം നയപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പായി കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രത്തിൽ നിന്ന് ചില ആളുകൾ വരുമ്പോൾ അവിടുത്തെ ആരോഗ്യ പരിപാലന രീതികൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇവിടുത്തെ വമ്പിച്ച കുതിപ്പ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുമാണ് ശ്രീമതി പോയത്. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം? അതിന് ആർക്കെങ്കിലും ആക്ഷേപം പറയാൻ പറ്റുമോ? ആ കൂട്ടത്തിൽ നദ്ദയെ കാണുകയാണെങ്കിൽ കാണാം എന്നാലോചിച്ചു. ഇനി നദ്ദയെ കണ്ടെങ്കിൽ തന്നെ ഈ ആശമാരുടെ കാര്യം പറയുന്നത് വിനോദമുണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയില്ല. ഞാൻ എഴുതി വെച്ചുതരാം. എന്താ പറയാത്തതെന്ന് അറിയാമോ? ഈ പ്രശ്നം ഒരിക്കലും തീരരുത് എന്നാണ് സർക്കാരിൻ്റെ താല്പര്യം. ഈ KB തോമസ് മുഖേന നിർമ്മല സീതാരാമനെ കണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു, പല കാര്യങ്ങളും അവിടെ സംസാരിച്ചു, ചർച്ച ചെയ്തു, ഏകദേശ ധാരണയിലെത്തി. പക്ഷേ ഈ ആശമാരുടെ കാര്യം പറഞ്ഞില്ല. എന്താ പറയാത്തത്? ആശമാരുടെ കാര്യം തീർക്കണമെന്ന് മൂപ്പിലാണ് താല്പര്യമില്ല. കാരണഭൂതന് താല്പര്യമില്ലാത്തതിൻ്റെ കാരണം CITUവിൻ്റെ നേതൃത്വത്തിലല്ല ഇവർ സംഘടിച്ച്
സമരം ചെയ്തത്. CITUവിൻ്റെ നേതൃത്വത്തിൽ സംഘടിച്ച് സമരം ചെയ്തിട്ട് പോലും KSRTC എംപ്ലോയീസിൻ്റെ കാര്യം ഇന്നുവരെ പരിഹാരമായിട്ടില്ല. പിന്നെയാണ് ഇവിടെ SUCI എന്ന് പറഞ്ഞ ഇവർക്ക് തീരെ കണ്ടുകൂടാത്തൊരു സംഘടനയുടെ നേതൃത്വം എന്ന് പറഞ്ഞുകൂടാ അവരുടെ പരോക്ഷമായ പിന്തുണയോട് ഇവിടെ ഇങ്ങനെ ഒരു സമരം നടക്കുന്നത്. അതിനേക്കാൾ ഉപരി ഈ സമരത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയെ പല കാര്യങ്ങളിലും പ്രതിരോധിച്ചിട്ടുള്ള, എതിർത്തിട്ടുള്ള, ഇതുപോലെയുള്ള പല ജനകീയ സമരങ്ങൾക്കും അതിന് വഴിമരുന്നിട്ടിട്ടുള്ള, നേതൃത്വം കൊടുത്തതെന്ന് പറയാൻ പറ്റില്ല, വഴിമരുന്നിട്ടിട്ടുള്ള, ഇപ്പോൾ കേരളയിലടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പല പുരോഗമന നവോത്ഥാന പദ്ധതികൾക്കും തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ഷാജർ ഖാനും മിനിയുമൊക്കെയാണ്. അപ്പോൾ അവരോട് കാരണഭൂതന് തീരെ താല്പര്യമില്ല. കാരണം ആശമാരുടെ പ്രശ്നം തീർക്കാൻ ഇദ്ദേഹത്തിന് പറ്റാനായിട്ടാണോ? ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഇവരുടെ പ്രശ്നം തീർത്താൽ, ഇവർക്ക് 100-200 രൂപ കൂട്ടിക്കൊടുത്താൽ കേരളത്തിൻ്റെ ഇപ്പം തന്നെ പൊളിഞ്ഞു കിടക്കുന്ന ഖജനാവ് ഒന്നുകൂടി പൊളിഞ്ഞു ധരിച്ചിട്ടുണ്ടോ? അല്ല, ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കാശുണ്ടല്ലോ. PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ പൈസ ഉണ്ട്. ഹൈക്കോടതിയിലെ സർക്കാർ വക്കീലന്മാർക്ക് കൂട്ടി കൊടുക്കാൻ പൈസ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പൈസ ഉണ്ട്. എന്താണ് ഫയർ എഞ്ചിൻ്റെ പിന്തുണയോടുകൂടി പോകാൻ പുള്ളിക്ക് പൈസയുണ്ട്. മന്ത്രിമാർക്കും സ്പീക്കർക്കും ഒക്കെ പുതിയ പുതിയ കാറുകൾ വാങ്ങാനായിട്ട് ഒരു ലോഭമില്ല. എത്ര മണിക്കുണ്ട്. റിട്ടയർ ചെയ്ത IASകാർക്ക് വാരിക്കോരി കൊടുക്കാനുണ്ട്. ഇല്ല, TK ജോസിന് എത്ര ശമ്പളം? അതുപോലെ അടുത്ത കാലത്തൊക്കെ നിയമിക്കപ്പെട്ട ഓരോരുത്തർക്കും എത്രയാണ്, പെൻഷന് പുറമേ എത്രയാണ് കൊടുക്കുന്നത്? അതിനൊക്കെ പൈസ ഉണ്ടല്ലോ. ആശമാർക്ക് കൊടുക്കാൻ മാത്രമേ പൈസ ഇല്ലാതുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്, അവർക്ക് കൊടുക്കാൻ വിരോധം ഉണ്ടായിട്ടില്ല. ഇവരുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റുകയില്ല. ഈ ശാഠ്യമാണ്. 100% ഞാൻ യോജിക്കുന്നു. ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നത്തെ ദേശാഭിമാനിയിലെ വലിയ വാർത്ത ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർധന. മന്ത്രി വീണ ജോർജിനെ കാണാൻ വിസമ്മതിച്ച് JP നദ്ദ. അതുകൊണ്ടാണ് വീണ്ടും മന്ത്രിയോട് ഈ 18-ലെ കത്തിൻ്റെ കാര്യം ചോദിച്ചത്. അതിനാണ് അവർ ക്ഷുഭിതയായതും ഏഷ്യാനെറ്റ് ന്യൂസിനെ എന്തൊക്കെയോ പറഞ്ഞതും നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞതും ഞാൻ എൻ്റെ മാധ്യമം വഴി പുറത്തുവിടുമെന്ന് പറഞ്ഞതും ഒടുവിൽ അവർ പുറത്തുവിട്ടപ്പോഴും 19-ന് അയച്ച കത്തിൻ്റെ രേഖകൾ മാത്രമാണ് അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് ഇവരെന്തിനാണ് ഇവരുടെ എല്ലാ വീഴ്ചകളും മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതെന്നാണ്. സത്യത്തിൽ ഇവരുടെ വീഴ്ച മറക്കാനാണോ ഈ കുതിര കയറൽ? JP നദ്ദയെ പോലുള്ള വളരെ തിരക്കുള്ള ഒരാൾ, ഒത്തിരി ചുമതലകളുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ചുമതല മാത്രമല്ല സംഘടനാപരമായ ചുമതല അദ്ദേഹത്തിനുണ്ട്. 19-ാം തീയതിയാണ് ഇങ്ങനെ ഒരു അപേക്ഷ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത്, ഒരു റിക്വസ്റ്റ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് പുറത്തു വന്നപ്പോൾ ഇവർ വല്ലാതെ അസ്വസ്ഥയാകുകയാണ്. ഇവർ ആദ്യം മുതലേ പറഞ്ഞത് എൻ്റെ ഡൽഹി യാത്രോദ്ദേശം എന്ന് പറയുന്നത് ആശാ വർക്കർമാർക്ക് വേണ്ടി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് വ്യഗ്രതയുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലൊരു കള്ളമുണ്ട്. ഇത്രയും ഷോർട്ട് നോട്ടീസിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയിൽ നിന്നൊരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം തലയ്ക്കകത്ത് മോളെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കാം. മന്ത്രി അവിടെ മന്ത്രിയെ കാണാൻ പോയൊന്നുമല്ല. നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു വാർത്തയാണ്. നിങ്ങളാ ഒരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിന് അവസാനം അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും കാണാൻ പറ്റിയില്ല, എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് പൂർവ്വ ബംഗാളത്ത് പോയ പോലെ. ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത. ആരാ പറഞ്ഞ അവിടെ ഈ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന്? പൂർവ്വ പന്തളത്ത് പോയതുപോലെ എന്നൊക്കെ പറഞ്ഞ് MV ഗോവിന്ദൻ മന്ത്രിയെ തന്നെ ട്രോൾ ചെയ്താണോ എന്നാണ് എൻ്റെ സംശയം. ഈ ആരോഗ്യമന്ത്രി നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ അതിഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് പത്തനംതിട്ടയിൽ അവർക്കെതിരെ വന്ന ചില പോസ്റ്ററുകൾ, അവരുടെ സഭാ ബന്ധം സംബന്ധിച്ച ചില പോസ്റ്ററുകൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പത്തനംതിട്ട റിപ്പോർട്ടറും ക്യാമറാമാനും പതിച്ചതാണെന്ന മട്ടിലാണ് അവർ മാധ്യമങ്ങളോട് അന്ന് പ്രതികരിച്ചത്. അതിന് തെളിവുണ്ടെന്ന മട്ടിൽ രാത്രിയിൽ അവർ അവിടെ പോയതിനെക്കുറിച്ച് ഒക്കെ അവർ വളരെ ആധികാരികമായി സംസാരിച്ചു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. തൊട്ടു പിന്നാലെ മന്ത്രിക്ക് വേണ്ടി ഒരാൾ പരാതി കൊടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറുടെ ടെലിഫോൺ എവിടെയൊക്കെ ആയിരുന്നു, മൊബൈൽ ലൊക്കേഷൻ അടക്കം അന്വേഷിച്ചു. പക്ഷേ പോലീസിന് തെളിവൊന്നും കിട്ടിയില്ല, അത് പരാജയപ്പെട്ടു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്നിട്ടും മന്ത്രി തിരുത്തിയില്ല. ഒടുവിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ മന്ത്രിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. അതിന് ഒരു മറുപടി പോലും അവർ നൽകിയില്ല, കാരണം പറയാൻ മറുപടിയില്ല. ഇപ്പോൾ ആ റിപ്പോർട്ടർ പത്തനംതിട്ട കോടതിയിൽ ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് ആ കേസ് മുന്നോട്ട് പോവുകയാണ്.
ഞാൻ പോകുന്നു ബൈ ബൈ.